അപ്പൊ നമ്മുടെ അഭിപ്രായം ചോദിക്കാതെ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി കൊടുത്തയാളെന്ന നിലയിൽ സാന്ദ്ര അടക്കമുള്ളവരെ ഒറ്റപ്പെടുത്താൻ ഒരു നീക്കം ഈ നിർമ്മാതാക്കളുടെ ഇടയിൽ ഉണ്ടാവുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പം നമുക്ക് മുന്നോട്ട് വന്ന് സംസാരിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യാനും ഇതിനകത്ത് നിന്നൊരു മാറ്റങ്ങൾ കൊണ്ടുവരാനും നമ്മൾ ഇത്രയും നാൾ ശ്രമിച്ചു. അത് നടക്കാതെ വന്നപ്പോൾ നമ്മൾ സഹി കെട്ടപ്പോഴാണ് ഈ വെളിയിലേക്ക് വരാനുള്ള തീരുമാനം ഉണ്ടാവുന്നത്. ഈ ആ പവർ ഗ്രൂപ്പ് നിർമ്മാതാക്കൾ അസോസിയേഷനിലും ശക്തമാണ്. തീർച്ചയായിട്ടും അതെ. അപ്പോൾ അവിടെ ഇരുന്ന് അപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയിൽ തന്നെ പലരും അവരുടെ പല എക്സ്പീരിയൻസും ഷെയർ ചെയ്തപ്പോൾ അതുപോലും വളരെ ലാഘവത്തോടു കൂടി തമാശയായിട്ടാണ് കാണുന്നത്. പല ട്രോമാറ്റിക് എക്സ്പീരിയൻസ് വരെ ഷെയർ ചെയ്യുമ്പോഴും അത് വളരെ ലാഘവത്തോടു കൂടിയാണ് മറ്റ് നിർമ്മാതാക്കൾ കാണുന്നത്. അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംഘടനകൾ സ്ത്രീകൾ വരണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. കാര്യം ഒരു സ്ത്രീ സംവരണം എല്ലായിടത്തും വരണം. അത് എല്ലാ സംഘടനകളിലും വരണം. ഇപ്പം നമ്മൾ അമ്മ എന്നൊരു അസോസിയേഷൻ, അമ്മേനെ എല്ലാവരും കുറ്റം പറയുമ്പോഴും ഈ അമ്മ എന്നുള്ളൊരു അസോസിയേഷനിൽ മാത്രമേ സ്ത്രീകളുള്ളൂ. വേറെ എവിടെയും ഒരു സംഘടനയുടെയും തലപ്പത്ത് സ്ത്രീകളില്ല. ചേംബറിലില്ല, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനിലില്ല, എക്സിബിറ്റേഴ്സിലില്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലില്ല, എവിടെയുമില്ല. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നവുമായി അവിടെ ഈ പറയുന്ന സംഘടനകളിൽ ചെല്ലുമ്പോൾ നമ്മളെയൊക്കെ ഒരു പ്രശ്നക്കാരിയായിട്ടാണ് അവർ കാണാൻ ശ്രമിക്കുന്നത്. കൂടാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ രീതിയിൽ അവർ ഉൾക്കൊള്ളുന്നില്ല, അവർക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ വിഷയം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ഒരു സ്ത്രീ വന്നിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ അനുഭവിച്ച പെയിൻ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. സ്ത്രീ പ്രാതിനിധ്യം വേണം. അതിജീവിതമാർ അനുഭവിച്ച ദുരനുഭവങ്ങളെ പോലും തമാശയായിട്ടാണ് ഈ മുതിർന്ന നിർമ്മാതാക്കളും ഈ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ളവരും കാണുന്നത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ് കാണുന്നത്. അത് കാണുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത്. കാര്യം അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം ആ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത്. അതൊരു പുരുഷൻ ഒരിക്കലും മനസ്സിലാവില്ല. അവർക്കത് ആര് ചെയ്തു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ആര് ചെയ്തു എന്നിട്ട് അവരെ കാണുമ്പോൾ കളിയാക്കാനും ചിരിക്കാനും ഒരു അവസരം എന്നുള്ളതല്ലാതെ ഈ സ്ത്രീ അനുഭവിച്ച വിഷമം എന്താണെന്ന് മനസ്സിലാക്കാൻ അവരൊരിക്കലും ശ്രമിക്കാറില്ല. ഈ സാന്ദ്ര, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം വന്നാൽ നിർമ്മാതാക്കളുടെ സംഘടനയിൽപ്പെട്ട പലരും കുടുങ്ങുമെന്നുള്ള ഭയമാണോ ഇങ്ങനെയൊരു നിലപാടിന് കാരണം? അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എല്ലാ നിർമ്മാതാക്കളും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എത്രയോ നല്ല നിർമ്മാതാക്കളുണ്ട്. ഇത് പലരുടെയും ഇൻസ്ട്രക്ഷൻസിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു തീരുമാനം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് നിർമ്മാതാക്കളുടെ സംഘടന പവർ ഗ്രൂപ്പിന്റെ പാവയായി പ്രവർത്തിക്കുന്നു. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഞാനത് അവിടെ മീറ്റിങ്ങിൽ ഞാനത് അവരോട് ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞതുമാണ്. അത് നമ്മൾ ഇങ്ങനെ ഒരു പപ്പറ്റായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു പത്രക്കുറിപ്പുകൾ ഇറക്കി ഒളിയമ്പുകൾ ഇറക്കേണ്ട കാര്യമില്ല. നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് മീഡിയനെ അഡ്രസ്സ് ചെയ്യാം. കാര്യം ലൈംഗിക ആരോപണങ്ങൾ മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഫൈൻഡിങ്സിൽ സിനിമയിലെ ലഹരി ഉപയോഗം പറയുന്നുണ്ട്, സിനിമയിലെ എഗ്രിമെന്റിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്, IC കമ്മിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ ഓരോ ഇൻസിഡൻസും നടന്നേക്കുന്ന നിർമ്മാതാക്കളായ ഓരോരുത്തരുടെയും സെറ്റുകളിലാണ്. അപ്പൊ എങ്ങനെയാണ് ഇതിൽ നിന്ന് ഒരു നിർമ്മാതാവ് കൈ കഴുകാനായിട്ട് പറ്റുന്നത്? ഇതെനിക്ക് സംഭവിച്ചതല്ല, ഇത് എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല എന്ന് എങ്ങനെ ഒരു നിർമ്മാതാവിന് പറയാനായിട്ട് സാധിക്കും? സാന്ദ്ര,